ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് പിസ്സ റോളാണ്. ബ്രെഡ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പിസ്സ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കൻ ഞാൻ ടിക്ക മസാല പുരട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ റോള്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 200-250 ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 ടേബിൾ സ്പൂൺ വരെ തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഞാൻ അതിനു വേണ്ടി അടുപ്പത്തൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർക്കാം, അതുപോലെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം. തക്കാളിയുടെ സീഡ്സും വെള്ളമൊക്കെ കളയണം, എന്നിട്ട് വേണം ചേർക്കാൻ. തക്കാളി വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേവിക്കോ ഫ്രൈ ചെയ്യുകയോ ഒന്നും വേണ്ട. ഈ ചിക്കനിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ വീതം ഒറിഗാനോയും ബേസിൽ ലീവ്സും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിസ്സ സോസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർക്കുന്നതാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാൻ ഈ ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബ്രെഡ് റോൾ ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അല്പം മൈദ പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ മൈദപ്പൊടിയിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ച ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്ത് ഒരു റോളർ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തി ഫ്ലാറ്റൻ ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് പരത്തി നല്ല നേരിയതാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു ടേബിൾ സ്പൂൺ വരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ച് കൊടുത്താലും മതി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ പേസ്റ്റ് ഇതിൻ്റെ 4 വശങ്ങളിലും പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പിടിച്ച് നന്നായിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ 3 ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇളകി വരും.
സൈഡിൽ ബാക്കി വരുന്ന ഭാഗമൊക്കെ നമുക്കൊരു കത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പിസ്സ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാ റോളും ഉണ്ടാക്കിയെടുക്കാം. മുഴുവൻ റോളും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ബൗളിൽ മുട്ട എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ അല്പം ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ റോളും എടുത്ത് ആദ്യം ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എല്ലാ ഭാഗവും ബ്രെഡ് ക്രംസ് നന്നായിട്ട് പിടിച്ചിട്ടിരിക്കണം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവൻ റോളും നമുക്ക് ഈ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ മുഴുവൻ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച ഓരോ റോളും എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ വെക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബ്രെഡ് വല്ലാതെ എണ്ണ കുടിക്കും. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. മുഴുവൻ ബ്രെഡ് റോളും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പിസ്സ റോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചിക്കൻ ടിക്കയും മൊസറല്ല ചീസും ഒക്കെ ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിൻ്റെ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്